നിങ്ങളോട് നിൽക്കാനല്ലേ പറഞ്ഞേ? ഇവന്മാരാളത്ര ശരിയല്ലല്ലോ. നിങ്ങൾ എങ്ങോട്ടേക്ക് കയറി പോകുന്നേ? നിക്ക്. നിങ്ങൾ അവിടെ ഇരിക്കല്ലേ, അത് തിരുമേനിയുടെ കസേരയാ. എന്റെ ചേച്ചി, രുദ്രണ്ണ ഒരിടത്ത് ഇരുന്ന പിന്നെ ആർക്കും അവിടെ എഴുന്നേൽപ്പിക്കാനാവില്ല. ഒരു കസേരയിലൊക്കെ എന്തോന്നിരിക്കണേ ചേച്ചി? നിങ്ങൾ ചെന്നിട്ട് തിരുമേനി അങ്ങോട്ട്. വല്യച്ഛന് ഇവരുടെ രീതികൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇവരൊക്കെ ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ചേച്ചി, അണ്ണന് നല്ല തിരക്കുണ്ട്. തിരുമേനി ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ അണ്ണൻ വന്ന കാര്യം നടത്തിട്ട് പോവായിരുന്നു. നിങ്ങൾ ആരാ മനസ്സിലാവുന്നില്ലല്ലോ. ഇഷാണേ, ചേച്ചിക്ക് നമ്മളെ മനസ്സിലായില്ലെന്ന്. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണ്ടേ ഇഷാണേ? ചേച്ചി, ഇത് രുദ്രണ്ണൻ, മിനിസ്റ്റർ കൃഷ്ണദാസിന്റെ മോനാ. ഇപ്പൊ ചേച്ചി കാണാൻ മനസ്സിലായ? ഇനി ചെന്ന് തിരുമേനി എടുത്ത് പറ, തിരുമേനിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. മന്ത്രിയുടെ മകനും ശിഷ്യനും എന്തിനാണാവോ വന്നത്? സൂര്യമംഗലത്തെ ഇളയത് തിരുമേനി. തിരുമേനി നമസ്കാരം. തിരുമേനി നമസ്കാരം തിരുമേനി. ശ്രീദേവി, നീ അകത്തു പോ. തിരുമേനിക്ക് നമുക്ക് ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാം. ഇരിക്കണമെന്നില്ല, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞോളൂ. തിരുമേനി, ഞങ്ങൾക്കൊരാളെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയാ ഞങ്ങൾ ഇത്രയും ദൂരം താണ്ടി ഇവിടെ വന്നത്. ഈ ഒളിവിൽ പോയ പ്രതികളെ പിടിക്കാൻ പോലീസിനെ സഹായിക്കുന്ന വിദ്വാനാണ് താങ്കളെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങളെ ഒന്ന് സഹായിക്കാനും തിരുമേനിക്ക് പറ്റുമല്ലോ. പ്രതികളെ കണ്ടെത്തുന്നത് എന്റെ ജോലിയല്ല. അതിന് നിങ്ങൾ പോലീസിനെ സമീപിക്കുന്നതാണ് നല്ലത്. എന്റെ അണ്ണ തിരുമേനി, പോലീസ് അരിച്ചു പറക്കി നോക്കിയിട്ടും പ്രതിയെ കിട്ടുന്നില്ല. ഞങ്ങളെ വഴിക്ക് അരിച്ചു പറക്കി നോക്കി, നോ രക്ഷ. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ തിരുമേനിയെ കാണാൻ വന്നത്. തിരുമേനിക്ക് പ്രതിനെ കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആ പ്രതിയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തോ. ഇവൻ ആരം, രുദ്രണ്ണന്റെ അനിയനെ തട്ടിയിട്ട് ഒളിയിൽ പോയോ? ഇവനെയാണ് തിരുമേനി ഞങ്ങൾക്ക് കണ്ടെത്തി തരേണ്ടത്. ഞാൻ ഈ പ്രതിയെ കണ്ടിട്ടില്ല. തിരുമേനി അത് കാണണമെന്നില്ല, ഇവൻ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു തന്നാൽ മതി. ഇവൻ ഒളിവിൽ താമസിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ലൊക്കേഷൻ മാപ്പ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. തിരുമേനി ആ മഷി എടുത്ത് എട്ടില് പുരട്ടിട്ട് പെട്ടെന്ന് കാര്യമൊന്ന് പറഞ്ഞാ, എന്തായാലും എന്റെ അനിയനെ കൊന്നവനെ എനിക്ക് കണ്ടെത്തി വിട്ടു. പിന്നെ ഈ പ്രതിയെ കണ്ടെത്തി കഴിഞ്ഞാൽ തിരുമേനിക്ക് ഞാൻ എന്ത് ഗുണമെങ്കിലും തരും. അതൊക്കെ കൊടുക്കാം. ഇതങ്ങോട്ട് പിടിച്ചോ. ഇതെന്താ? ഒന്നുമില്ല, പണി തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു അഡ്വാൻസ്. ഇരിക്കട്ടെ, ആണ് പിടിച്ചോ. ഇരിക്കട്ടെ, എന്നൊരു സന്തോഷത്തിന് കൊടുക്കാം. അപ്പൊ പിന്നെ പെട്ടെന്ന് അവിടെ തിരുമേനി ആ കബഡി എടുത്ത് നിരത്തി ആ ഒരു 1/2 മണിക്കൂറിനകത്ത് ആ പയ്യൻ ഇരിക്കണം ലൊക്കേഷൻ എനിക്കറിയണം. എഴുന്നേക്കടോ, എഴുന്നേക്കാൻ. തിരുമേനി, ഇത് ആരാണെന്നറിയോ? വായടക്കടാ, എഴുന്നേക്കാൻ. എന്റെ ഈശ്വര, വലിയ കോപിഷ്ഠനായിരിക്കുകയാണല്ലോ. ഇതെടുക്ക്, എടുക്കാൻ. എന്താണ് നോക്കിക്കുന്നത്? ഇതെന്തിനാ എന്നെ അടിച്ചത്? നിങ്ങൾ വന്നെത്തിയ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ഇത് സൂര്യമംഗലത്ത് മനയാണ്. വഴിയെ പോകുന്നവർക്ക് മദ്യപിച്ച് കുപ്പിയെടുത്തെറിയാനും വായിൽ തോന്നിയത് വിളിച്ചു പറയാനുള്ള സ്ഥലമല്ല ഇത്. നിങ്ങൾ പറയുന്ന ആളുകളെ കണ്ടെത്തുന്നതല്ല എന്റെ ജോലി. അപ്പൊ ഞാൻ തേടി വന്ന പ്രതി എവിടെ ഉണ്ടെന്ന് പറയാൻ താൻ തയ്യാറല്ല. ആ പണി ഭംഗിയായി ചെയ്യാൻ അറിയാവുന്ന പോലീസുകാരുള്ളപ്പോ ഞാനത് ചെയ്യേണ്ട കാര്യമില്ല. തിരുമേനി, നിങ്ങൾ വേറെ പലർക്കും വേണ്ടി ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് നിങ്ങൾ അവനെ എവിടെ ഉണ്ടെന്ന് എനിക്ക് കണ്ടെത്തണം. അതാണ് തിരുമേനിക്ക് നല്ലത്. നിങ്ങൾ രണ്ടുപേരും ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഇറങ്ങിപ്പോവാൻ. മിനിസ്റ്റർ കൃഷ്ണദാസിന്റെ മകനെയാണ് നിങ്ങൾ ഇറക്കി വിടുന്നത്. ഇയാൾ ആരുടെ മകനാണെന്നുള്ളത് ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയല്ല. മദ്യപാനികൾ മനയ്ക്ക് പുറത്ത്. ഇറങ്ങിപ്പോവാൻ. ഞാനൊരു കാര്യം പറഞ്ഞ തനക്കത് അനുസരിക്കാൻ വയ്യല്ലേ? തന്റെ മനയായിപ്പോയി. വന്നപ്പോ തുടങ്ങി തന്റെ ജാട ഞാൻ സഹിക്കണം.
എന്റെ വെല്ലിച്ചനൊന്നും വിളിച്ചോണ്ട് പോടാ അങ്ങോട്ട്. ഓ കൂട്ട് പോരല്ലേ ഞാൻ എന്തോടാ പറഞ്ഞത്? അയ്യോ. അയ്യോ, എന്റെ നോക്കിയിട്ടില്ല വെല്ലിച്ചനൊന്നും ചെയ്യല്ലേ. എന്നെ ആട്ടിയിറക്കാൻ മാത്രം പണം നടത്താൻ. വെല്ലിച്ച. ഒന്നും ചെയ്യല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ അയ്യോ വെല്ലിച്ചനൊന്നും ചെയ്യല്ലേ, ഒന്നും ആളില്ല. ചെയ്യല്ലേ. അമ്മേ. അടേ ഇനി ഞാൻ വരും. ഞാൻ ആവശ്യപ്പെട്ടത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ